ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? ഞാൻ റെയ്ഹാനയാണ്. നമ്മളെ ജീവിതത്തിലെ പല പല പ്രശ്നങ്ങളും, പല വേദനകളും, നിരാശകളും, ചിലപ്പോൾ പരാജയങ്ങളും, അതുപോലെ പല അബദ്ധങ്ങളും ഒക്കെ പറ്റാറുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ പെട്ടെന്ന് നിശബ്ദമായി പോകാറുണ്ട് അല്ലേ? ജീവിതത്തിൽ പലപ്പോഴും സൈലൻ്റായി പോകുക എന്ന് പറഞ്ഞത് ഒരു കോമൺ ഫാക്ടറാണ്. അങ്ങനെ ഇപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ അങ്ങനൊരു കടമ്പ കഴിഞ്ഞു വന്നിട്ടുള്ള ആളുകളായിരിക്കാം, ചിലപ്പോൾ ആ ഒരു സ്റ്റേജിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കാം. നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെ സൈലൻ്റ് ആകുമ്പോൾ ആളുകളുടെ വിചാരം കഴിഞ്ഞു, ഇവരെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല, നമ്മൾ വീക്കായി പോയി എന്നൊക്കെ ആയിരിക്കും പലരും കോമൺ ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കണത്. പക്ഷെ നമ്മൾ ഈ ഒരു നിശബ്ദമായിട്ടുള്ള ഒരു സമയത്തെ, നമ്മൾക്ക് മിണ്ടാട്ടം മുട്ടിപ്പോയിട്ടുള്ള ഈ ഒരു സമയത്തെ നമ്മൾക്ക് എന്താക്കണം? ശക്തമാക്കി മാറ്റണം. അതിനുള്ള ഒരു 5 കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ഒന്നാമത്തെ കാര്യം, നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ എന്ത് ചെയ്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോബ്ലത്തിൽ വന്ന് പെട്ടത്, ഇതൊന്നും ഒരാളോടും എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കണ്ട. അങ്ങനെ ചെയ്തുകൊണ്ട് നമ്മുടെ എനർജി വെറുതെ ലൂസാക്കാൻ നിൽക്കണ്ട എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ സൈലന്റ് ആകുന്ന സമയത്ത് നമുക്ക് ഓരോരുത്തരെയും, ഓരോ ആളുകളെയും, ആ സാഹചര്യത്തെയും, ഓരോരുത്തരുടെയും ഇന്റൻഷൻ, അവരുടെ ഉദ്ദേശത്തെ ഒക്കെ നമുക്കിങ്ങനെ ഒബ്സർവ് ചെയ്യാനായിട്ട് കിട്ടുന്ന ഒരു സമയമായിട്ട് അതിനെ കണക്കാക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ ഉള്ളിൽ ഒരുപാട് ചിന്തകള്, ഒരുപാട് ആശയങ്ങള്, ഒരുപാട് പ്രശ്നങ്ങള്, ഫ്രസ്ട്രേഷൻസ് ഒക്കെ ഒരുമിച്ച് വരും. പക്ഷെ ഹാർട്ട് ഭാരമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് വാക്കുകൾ നമ്മുടെ വായിലൂടെ പുറത്തേക്ക് വരാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ പറഞ്ഞ സൈലൻസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ വരുന്ന സംഭവങ്ങളെ, ഈ വികാരങ്ങളെ, ഈ ആശയങ്ങളെ, ചിന്തകളെ സപ്രസ് ചെയ്യാതെ അതെല്ലാം നമ്മൾ എഴുതി വെക്കാനായിട്ട് നോക്കുക എന്നുള്ളതാണ് നാലാമത്തെ കാര്യം. ഇങ്ങനെ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ പറ്റിയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു അഭിപ്രായം, നമ്മളെ പറ്റിയുള്ള നമ്മുടെ നിലപാടിനെ പറ്റി, നമ്മളുടെ ആശയങ്ങളെ പറ്റി നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടി കിട്ടുന്നുണ്ട്. ഇങ്ങനെ മിണ്ടാട്ടം മുട്ടി പോയിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ പയ്യെ പഠിക്കാനും, ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും, സ്റ്റഡി ആയിട്ട് അത് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പാകത്തിന് തയ്യാറെടുക്കാനും ഈ സമയം ഉപയോഗിക്കണം. അഞ്ചാമത്തെ കാര്യം, നമ്മളോട് വില കൽപ്പിക്കുന്ന, നമ്മളെ വാക്കുകൾക്കും നമ്മുടെ വിജയത്തിനും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളോട് മാത്രം നമ്മളുടെ അഭിപ്രായങ്ങളെ പറ്റിയും, നമ്മുടെ ആശയങ്ങളെ പറ്റിയും, നമ്മുടെ ഫ്യൂച്ചർ പ്ലാനുകളെ പറ്റിയിട്ടൊക്കെ അഭിപ്രായം പറയാൻ പാടുള്ളൂ. അങ്ങനെ ഒരാളില്ലെങ്കിൽ നമ്മൾ ആരോടും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ പാടില്ല എന്നുള്ളതായിരിക്കണം നമ്മളെ ഈ ഒരു നിശബ്ദമായിട്ടുള്ള അവസ്ഥയിൽ ശക്തമായിട്ടൊരു തിരിച്ചുവരവ് നടത്താനായിട്ട് സഹായിക്കുന്നത്.